നമുക്ക് സംഘടനാശക്തി ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. അന്ന് നമുക്ക് സംഘടനാശക്തി ഇല്ലായിരുന്നു. ഇന്നതുപോലെ എന്തേ നമ്മളെ പള്ളി നഷ്ടപ്പെടാത്തത്? കുറ്റിയാടിയിൽ 11 മഹല്ലുകളിൽ പള്ളിയും മദ്രസയും നഷ്ടപ്പെട്ടു പോയില്ലേ? ഇപ്പോഴെന്തേ ഒറ്റ നഷ്ടപ്പെടാത്തത്? അതിന്റെ കാരണം സുന്നികൾ സുശക്തരാണ്. അവർ സംഘടനാ പ്രവർത്തനത്തിൽ സുശക്തരാണ്. അതൊന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ, അവരൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ സുശക്തരാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളി പഴയ കാലത്ത് പിടിച്ചതുപോലെ ഇന്ന് പിടിക്കാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മദ്രസ പിടിക്കാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സ്ഥാപനം പിടിക്കാൻ കഴിയില്ല. ഈ സംഘടനകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പള്ളികൾ ദിനേന നഷ്ടപ്പെട്ടേനെ, നമ്മുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടേനെ. ഞാൻ പറഞ്ഞില്ലേ, ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഓതിപ്പടിച്ച സ്ഥാപനം മറ്റൊരാളെ കയ്യിലായില്ലേ? ഇന്നങ്ങനെ പോവില്ല. കാരണം അവിടെ ചോദ്യം ചെയ്യാൻ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുണ്ടാകും. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത്, ഈ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരായി ഏജൻസികളെ നിശ്ചയിച്ച് ജനങ്ങളെ പിഴപ്പിക്കുന്ന കക്ഷികളുണ്ട്. അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങൾ പറഞ്ഞതുപോലെ ആ കക്ഷികൾ ചിലപ്പോൾ പറയും, എന്തിനീ സംഘടന വേണമെന്നുണ്ടോ? സ്വർഗത്ത് കിടക്കാൻ നമ്മളങ്ങ് നന്നായി നടന്നാൽ പോരെ, ഒരു ശൈഖ് ഉണ്ടായാൽ പോരെ? അങ്ങനെയൊന്നും മതിയാവില്ല. ഓരോ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് ഇന്നത്തെ കാലത്ത് സംഘടിത ശക്തിയിലൂടെ ദീനിനെ നശിപ്പിക്കുന്ന കാലമാണിത്. അവിടെ സംഘടിത ശക്തിയിലൂടെ തന്നെ